ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചൈന അമേരിക്കയിൽ ജൈവായുധം പ്രയോഗിച്ചു. ഞെട്ടിയോ? ഞെട്ടേണ്ട ആവശ്യമില്ല. ചൈന അത് ചെയ്യും. ചൈനയ്ക്ക് ഇതൊക്കെ ഇപ്പൊ പൂ പറിക്കുന്നത് പോലത്തെ ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. അമേരിക്കയാണെങ്കിൽ പടവലങ്ങ പോലെ താഴോട്ടാണ് വളർന്നു പോകുന്നത്. ആ ട്രംപ് എന്ന് പറയുന്ന വേട്ടാവളിയെ അവിടെ കയറിയ ശേഷം എന്തായാലും ചൈന അത് പ്രയോഗിച്ചിരിക്കുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. ജൈവായുധം എന്ന് പറയുമ്പോൾ ജൈവ ഫംഗസ് ആണ് കേട്ടോ. ഈ ഫംഗസിന്റെ പ്രത്യേകത ഇത് കൃഷിയെയാണ് നശിപ്പിക്കുന്നത്. രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജൈവ ഫംഗസുമായിട്ട് വന്ന ഒരു യുവതിയെയും ആ യുവതിയുടെ കാമുകൻ, ഈ കാമുകൻ അവിടെ അമേരിക്കയിലെ ഏതോ സർവകലാശാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ FBI ഡയറക്ടറായിട്ടുള്ള ആകാശ് പട്ടേൽ അത് കൺഫേം ചെയ്തിട്ടുണ്ട്. വലിയ വാർത്തയാണ്. ഈ ജൈവായുധം പ്രയോഗിച്ചത് യുങ് ഹിയാങ് ജിയാങ് എന്ന് പറയുന്ന ഒരു പെണ്ണും പിള്ളയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വൈറസ് അല്ല, ഇത് ജൈവ ഫംഗസ് ആണ്. ഇത് വൈറസ് അല്ല കേട്ടോ. കോവിഡ് വൈറസ് ആയിരുന്നു, കൊറോണ വൈറസ് ആയിരുന്നു, നോവൽ കൊറോണ വൈറസ് ആയിരുന്നു. പക്ഷെ ഇത് ഫംഗസാ. ഫ്യുസേറിയം ഗ്രാമിനീറം എന്നാണ് ഇതിന്റെ പേര്. ഫ്യുസേറിയം ഗ്രാമിനീറം എന്നാണ് ഈ ഫംഗസിന്റെ പേര്. നമുക്ക് അതിനെ FG എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കാം. അത് ഇപ്പോൾ ഈ വായിക്കൊള്ളാത്ത പേരായതുകൊണ്ട്. അപ്പോൾ ഈ സംഭവം കൃഷിയിലൂടെയാണ് പടരുന്നത്. ഈ കാർഷിക വിളകളിൽ ഇത് കയറി കഴിഞ്ഞാൽ കൃഷി നശിക്കും. ഒരു രാജ്യത്തിന്റെ ഞം എന്ന് പറയുന്ന സാധനം അവിടെ അവസാനിക്കും. രണ്ടാമത്, ഇത് ഇനി വളർന്നു വന്നാൽ തന്നെയും ഇത് കഴിക്കുന്ന പക്ഷി മൃഗാദികൾ ഇത് കഴിച്ചിട്ട് ചത്തു വീഴുമ്പോൾ ഇത് മണ്ണിലേക്ക് പടരുകയും അല്ലെങ്കിൽ ഇതിന്റെ കാഷ്ടത്തിലൂടെ പടരുകയും, നമുക്കറിയാലോ നിപ്പ വൈറസ് ഒക്കെ പോലെ പുതിയ പുതിയ വകഭേദങ്ങളൊക്കെ ഉണ്ടാവുകയും, പിന്നെ ഇത് ഭക്ഷണം മനുഷ്യൻ കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യനിലേക്ക് ഈ ഫംഗസ് എത്തുകയും മനുഷ്യകുലം തന്നെ അവസാനിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ഭീകരമായിട്ടൊരു അവസ്ഥ, ഒരു ദുരന്തമാണ് വരാൻ പോകുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നത്, ഈ ഫംഗസിനെ കുറിച്ച്. പക്ഷെ ഇത് എത്രത്തോളം അകത്തോട്ട് വന്നിട്ടുണ്ട്, ഇനി ട്രംപ് ഗ്യാസ് അടിക്കുന്നതാണോ എന്നറിയില്ല. കാരണം ട്രംപിന് ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആണോ എന്നറിയില്ല. എന്തായാലും രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കൺഫേം ചെയ്തിട്ടുണ്ട്. വീണ്ടും ചൈന ലോക രാജ്യങ്ങളെ മുഴുവൻ ഒരു പ്രതിസന്ധിയിലാക്കാനുള്ള പരിപാടിയാണോ? ഈ രാജ്യം എന്ന് പറയുന്നത് വല്ലാത്തൊരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ബിജുട്ടാ. അല്ല, ഇനി നമ്മുടെ ലോകത്ത് നടക്കാൻ പോകുന്ന യുദ്ധങ്ങൾ സ്റ്റാർ വാർ എന്നാണ് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ സ്റ്റാർ വാർ അല്ല, പകരം ഇത്തരത്തിലുള്ള യുദ്ധങ്ങളായിരിക്കും, ജൈവായുധങ്ങളായിരിക്കും പ്രയോഗിക്കുക. ജൈവായുധങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല കൊണ്ട് അത് യുദ്ധം ചെയ്യാൻ. അതിർത്തിയിൽ കൊണ്ടുവച്ചിട്ട് മിസൈൽ അറ്റാക്കോ കാര്യങ്ങളോ നടത്തേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, വളരെ സൈലന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ അണിയറയിൽ ഈ ലോകം മുഴുവൻ നിശ്ചലമാക്കിയ കൊറോണ വൈറസിന്റെ തൂക്കം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു 10 ഗ്രാമിൽ താഴെ വരത്തുള്ളൂ. അതാ പറഞ്ഞത്, റിസ്ക് ഇല്ലാത്ത കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ കുറെ നാളായിട്ട് ഇസ്രായേലിനെ കുറിച്ച് കേൾക്കുന്ന കാര്യമാണ്. അറബ് ബോംബ് അവരുടെ കയ്യിലുണ്ട്, ജൈവായുധമുണ്ട്. അതായത് അതവർ ഉപയോഗിച്ചു കഴിഞ്ഞാല് പിന്നീട് അറബ് വംശജരുണ്ടാകില്ല. ആ ഒരു വംശം തന്നെ ഇപ്പോഴുള്ളവരല്ല, എത്നിക് ബയോ വെപ്പൺ ആണത്. അപ്പം അറബ് ആ ഒരു ഏരിയയിൽ പാലസ്തീനിലോ ഒക്കെ മറ്റവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സന്തതി പരമ്പരകൾ ഉണ്ടാകില്ല. അതോടുകൂടി അവരുടെ വംശം നിന്ന് പോകും. അറബ് ജീനുള്ളവരെല്ലാം ഇത് ബാധിക്കും. പിന്നീട് അവർക്ക് കുട്ടികളൊന്നും ഉണ്ടാകില്ല എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയില് ഒരു വഴുതനങ്ങ വന്നിരുന്നു, ജനിതക മാറ്റം വരുത്തിയ വഴുതനങ്ങ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. വലിയ വിവാദമായി കത്തി. നമ്മുടെ CPM ഒക്കെ അന്ന് പ്രതിപക്ഷത്തിരിക്കുന്നുണ്ട്. വഴുതനങ്ങയായിരുന്നു അവിടുത്തെ വലിയ പ്രശ്നം. അതായത് ഈ ലോകത്താകമാനം ഈ ലോക വ്യാപാര കരാർ നിലവിൽ വന്നതിന് ശേഷം ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ കൈമാറ്റം ചെയ്യുമല്ലോ, വിൽപ്പന, ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ. അപ്പൊ അതിന്റെ ഭാഗമായി കാർഷിക മേഖലയിൽ നമ്മുടെ രാജ്യവും കാർഷിക മേഖലയിൽ മുൻപിൽ തന്നെയാണ്. നമ്മുടെ നല്ല വിത്തിനങ്ങളൊക്കെ നമ്മൾ നൽകാറുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നല്ലത് വാങ്ങാറുണ്ട്. അങ്ങനെയാണല്ലോ നമുക്ക് വരുന്നത്. പിന്നെ നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നല്ല വിത്തിനങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ രാജ്യങ്ങളുണ്ടാകും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വഴുതനങ്ങ ഇവിടെ വന്നിരുന്നു, ജനിതക മാറ്റം വരുത്തിയ വഴുതനങ്ങ. അപ്പൊ ഈ വഴുതനങ്ങ വന്നു കഴിഞ്ഞപ്പോ ഇതിനൊക്കെ കുറിച്ച് വലിയ വിവാദമായി. കാരണം ഇത് നമ്മുടെ പലതിനെ നശിപ്പിക്കുന്നു, നമ്മുടെ പ്രത്യുൽപാദന ശേഷി ഇല്ലാതാക്കും, നമ്മളെ രോഗാതുരാക്കും എന്ന് പറഞ്ഞൊരു വിഭാഗം രംഗത്ത് വന്നിരുന്നു. മറുവിഭാഗം പറയുന്നത് അതല്ല, നമ്മുടെ രാജ്യത്തുള്ള വഴുതനങ്ങ ലോബി അല്ലെങ്കിൽ പച്ചക്കറി ലോബിയാണ് ഇത് ഈ ഒരു കിംവദന്തി അടിച്ചു വിടുന്നത് എന്ന് പറയുന്നു. ഏതായാലും പിന്നെ ആ വഴുതനങ്ങയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അത് വലിയ വിവാദമായിരുന്നു. മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചകളും ഒക്കെ ആയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പുരോഗമിച്ച് ഇപ്പോൾ കഴിഞ്ഞ് ഈ ജൈവ ആയുധം ഏത് രീതിയിലും ഒരു രാജ്യത്തേക്ക് കടത്തുക എളുപ്പമാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കോവിഡ്. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നത്തെ ദിവസം നമ്മുടെ രാജ്യത്ത് മോക്ക് ഡ്രിൽ നടക്കുകയാണ്. നമ്മൾ കോവിഡിന്റെ 4ാം തരംഗം വരുന്നു. നമ്മൾ ബാക്കിയുള്ള തരംഗങ്ങൾ നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞിരുന്നു. 4ാം തരംഗമാണ് ഇപ്പോൾ വരുന്നത്. പനി, ജലദോഷം എന്ന ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഇപ്പോൾ സർക്കാർ സർക്കുലർ ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ കേരളം
തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കർണാടക തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ ജില്ലകളിലാണ് ഇത് കൂടുതലായി ഇപ്പോൾ കണ്ടുവരുന്നത്. ഒപ്പം തന്നെ ദില്ലിയിലും ഉണ്ട്. ഇപ്പൊ അതിന്റെ എണ്ണം കണ്ടുവരുന്നത് ഏതാണ്ട് 5000-ഓളം പേര് കോവിഡ് ബാധിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ ഭീകരമായ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 7 പേരാണ് കോവിഡ് ബാധിച്ചിട്ട് മരിച്ചത്. നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത് നമ്മുടെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ഇതിന് പറ്റിയ മരുന്നും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആദ്യത്തെ തവണ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിത് എന്താണെന്ന് അറിയാതെ നമ്മൾ പകച്ചു നിന്നതാണ്. നമ്മൾ മാത്രമല്ല, ലോകത്തെ എല്ലാവരും പകച്ചു നിന്നത് എന്ത് ചെയ്യും, എങ്ങനെ ഹാൻഡിൽ ചെയ്യും. അതിൽ നിന്ന് നമ്മളിത് പാഠം പഠിച്ചു. പിന്നീട് അതിന്റെ പല വക ഭേദങ്ങൾ ഈ രാജ്യത്ത് വന്നുപോയി. ഇപ്പൊ അതിന്റെ 4ാം തരംഗം വരുമ്പോഴും നമുക്ക് അങ്ങനെ വലിയ ഭയമൊന്നുമില്ല. പക്ഷെ അത് പടർന്നു പിടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടൊരു മോക്ക് ഡ്രില്ല് ഇന്ന് നടക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മോക്ക് ഡ്രില്ല് നടന്നിരുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല, ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ നിലവിൽ ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും മരുന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് അവർ പറയുന്നത് ഈ പനിയും ജലദോഷവും ഒക്കെ വന്നു കഴിഞ്ഞാൽ വെച്ചോണ്ടിരിക്കരുത്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. കാരണം അതിനുള്ള മരുന്ന് തന്നെയാണ് ഇതിന്റെ മരുന്ന്. അപ്പൊ അതിന്റെ ഒരു തിക്തഫലം ലോകം അനുഭവിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് വലിയ രീതിയിൽ തന്നെ ലോകത്തെ അത് പിന്നോട്ടടിച്ചു, സാമ്പത്തികമായി തകർത്തു, നമ്മളുടെ തന്നെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഒരുപക്ഷെ കോവിഡ് വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഏതെങ്കിലും മുഖ്യധാര ചാനലിലെ ജേർണലിസ്റ്റ് ആയിരുന്നു. കോവിഡ് വന്നിട്ട് പണിക്ക് പോകാൻ പറ്റിയില്ല, അവർക്ക് പൈസ തരാനും പറ്റിയില്ല. അങ്ങനെ വന്നിട്ട് യൂട്യൂബ് രംഗത്തേക്ക് എത്തിയ ഒരാളാണ്. അപ്പൊ കോവിഡ് എല്ലാവരെയും അതുകൊണ്ടെന്താ? മാറ്റിമറിച്ചതാണ് ജീവിതം. അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. അതെ, ബിജു സാറിന് ഇപ്പൊ എന്തോരം ഫാൻസാ യൂട്യൂബ് രംഗത്ത് വന്നത് പിന്നല്ലേ. അല്ല, മറ്റേതാകുമ്പോ അടങ്ങി ഒതുങ്ങി അവിടെ പണിയെടുത്താൽ മതിയായിരുന്നു, ശമ്പളം കൃത്യമായിട്ട് കിട്ടുമായിരുന്നു, ലീവ് എടുക്കാനൊക്കെ പറ്റും. ഇപ്പൊ അപ്പൊ ഇവിടെ മുതലാളിയായ ശേഷം നമുക്ക് കുറച്ച് കൂടുതൽ സ്ട്രെസ് ഒക്കെ വന്നു തുടങ്ങി. സ്വാതന്ത്ര്യം കുറയും, അതാണ് എന്റെ. അതെ അതെ. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പം ഈ കോവിഡ് വന്ന് എല്ലാവരെയും മാറ്റിമറിച്ചു. കോവിഡിന്റെ തിക്തഫലം നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഈ കാര്യം ഇപ്പോൾ ഈ ധനുഷോട് സൂചിപ്പിച്ച ഫംഗസിന്റെ കാര്യം. ആ ഫംഗസ് എന്ന് പറയുന്നില്ലെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 ശേഷം നടന്നിട്ടുള്ള അക്കാഡമിക്കൽ ചർച്ചകളിലെല്ലാം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് യുദ്ധത്തിന്റെ സമയമല്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, വരാനിരിക്കുന്ന നാളുകൾ നിങ്ങൾ ഭയപ്പെടണം, ലോകത്തൊരു വലിയ വരൾച്ച വരുന്നു, ഒരു വലിയ ഭക്ഷ്യക്ഷാമം വരുന്നു എന്ന് അദ്ദേഹം അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പറയുമ്പോൾ പ്രവചനം നടത്തുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം ഒരു ജ്യോതിഷമൊന്നുമല്ല, ജ്യോതിഷ പ്രവചനമല്ല അദ്ദേഹം നടത്തിയത്. ലോകത്തെമ്പാടുമുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വെച്ച് പഠിക്കുന്ന അനവധി ഏജൻസികൾ നമ്മുടെ രാജ്യത്തും പുറം രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരുടെ സെമിനാറുകളും മറ്റും നടക്കുമ്പോൾ അവർ നിരന്തരം പറയുന്നു, ലോകം ഒരു കടുത്ത ഒരു വരൾച്ചയിലേക്ക് നീങ്ങുന്നു, ഉറപ്പായിട്ടും വിളകൾക്ക് നാശം സംഭവിക്കാമെന്ന് പറയുന്നു. വിളകൾക്ക് നാശം സംഭവിക്കാം എന്ന് പറയുന്നിടത്താണ് ധനുഷ് ഈ പറഞ്ഞ ഫംഗസിനെ ഞാൻ കൂട്ടി യോജിപ്പിക്കുന്നത്. കാരണം ഇതിന്റെ സൂചനകളും ചിലപ്പോൾ ഒരുപക്ഷെ മുമ്പ് കണ്ടു തുടങ്ങിയത്. ഒരു രാജ്യത്തെ നശിപ്പിക്കാനായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വരുന്നത്? മറ്റു രാജ്യങ്ങളിൽ മയക്കുമരുന്ന് ഇതുപോലെ വരുന്നില്ല. എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം നമ്മുടെ രാജ്യത്ത് 55% യൂത്താണ്. അപ്പൊ ഒരു രാജ്യത്തെ തകർക്കണമെങ്കിൽ ഈ യൂത്തിനെ ഇല്ലാതാക്കണം. യൂത്തിനെ ഇല്ലാതാക്കാനായിട്ട് എളുപ്പമായ മാർഗം ആ യൂത്തിന്റെ നാഡീവ്യൂഹങ്ങളിലേക്ക് ഈ മയക്കുമരുന്ന് കടത്തി വിട്ടുകൊണ്ട് അവനെ മാനസികമായും ശാരീരികപരമായും തളർത്തുക എന്നുള്ളതാണ്. ഒരു മയക്കുമരുന്ന് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ 3 വർഷം മാത്രമേ ആയുസുള്ളൂ. അത് കഴിയുമ്പോൾ മരിക്കുകയാണ്. ആ ഒരു വ്യക്തിയുടെ പല്ല ഇതെല്ലാം പൊടിഞ്ഞു പോവുകയാണ്, ചിന്തകൾ തകരുകയാണ്. അങ്ങനെ ഒരു യൂത്തിനെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് അടുത്ത ഐറ്റംസ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഭക്ഷ്യവസ്തുക്കളിലൊക്കെ മുമ്പ് പഴയ കാലത്തൊക്കെ വിഷം കലർത്തുന്നു, ഇല്ലെങ്കിൽ അതിനകത്ത് ചില കെമിക്കലുകൾ കലർത്തി നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുത്തുന്ന ഇടയാക്കുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പലപ്പോഴും. ഇപ്പോൾ അതിൽ നിന്നും കൂടി വ്യത്യസ്തമായിക്കൊണ്ടാണ് ഇതേപോലെയുള്ള ഒരു കാര്യം, ഇത്തരം ഫംഗസുകൾ വരുന്നത് മൂലം വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു രാജ്യത്ത് മാത്രമായിട്ട് ഒതുക്കി നിൽക്കില്ല. ഇപ്പോൾ അമേരിക്കയിലാണ് ഇത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇത് അമേരിക്കയിലല്ല, അതിനപ്പുറത്തേക്ക് പല രാജ്യങ്ങളിൽ ഇത് പോയിട്ടുണ്ടാവും. കാരണം ഇതിന്റെ ടെസ്റ്റ് ഡോസ് പല രാജ്യത്തും നടന്നിട്ടുണ്ടാകും. പലയിടത്തും വിളനാശം അതേ കണക്ക് കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ടാകും. അവിടുത്തെ ജനങ്ങൾക്ക് പലതരം അസുഖം. ഇത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, ഇത് ചൈനയുടെ ആക്രമണമാണോ മറ്റൊരാളുടെ ആക്രമണമാണോ എന്നൊക്കെ. പക്ഷെ ഇവിടെ ഞാൻ ഭയക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ചൈനയും അമേരിക്കയും ഒന്നുമല്ല. ഇതിലും വലിയൊരു വില്ലൻ ഉണ്ട്, ഉത്തര കൊറിയയുടെ കിങ് ജോൺ ഉൻ. അദ്ദേഹത്തിന്റെ കയ്യിലും ഇതുപോലെയുള്ള ഈ ജൈവ ആയുധങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു മനുഷ്യനാണ്. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ തീവ്രവാദികളുടെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം ഒരു തീവ്രവാദി നമ്മുടെ കാശ്മീരിൽ കടന്നു കയറിയിട്ട് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ വലിയ പണച്ചെലവുണ്ട്, വലിയ റിസ്ക് എടുത്തിട്ടാണ് വരുന്നത്, തോക്കുമൊക്കെ ആയിട്ട്. ഇത് ഒരു റിസ്ക്കും ഇല്ലാതെ ഒരു ട്രാവലറായിട്ട് ഇവിടെ വരികയും ആ ട്രാവലർ ഇതുപോലെയുള്ള
ഫംഗസുകളെയോ വൈറസുകളെയോ പടർത്തിവിടാൻ കഴിയുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ലോകത്ത് സംഭവിക്കുന്നത്? ഇത് ഒരു രാജ്യത്തെ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന കാര്യമാണ്. മുൻപ്, ഇപ്പോഴത്തെ അല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് നമ്മുടെ 2019 ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക്. അന്ന് ചില മാധ്യമങ്ങൾ, അന്തർദേശീയ മാധ്യമങ്ങൾ പറഞ്ഞത്, വേണ്ടി വന്നാൽ, അതായത് പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിച്ചാൽ ഇന്ത്യ ജൈവായുധം ഉപയോഗിച്ചേക്കും. ഈ ആണവായുധത്തെക്കാളും ആറ്റം ബോംബിനേക്കാളും പവറാണ് ജൈവായുധം. കാരണം ഒരു വംശം തന്നെ ഇല്ലാതാക്കുന്ന ഒരു വലിയ ആയുധമാണ്. ഇപ്പോൾ ഇത് ഒരു പക്ഷേ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും, നേരത്തെ ധനുഷ് പറഞ്ഞതൊക്കെ ട്രംപ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, അതിനൊരു വലിയ പ്രചാരം ആ ഒരു വാർത്തയ്ക്ക് കിട്ടിയിട്ടില്ല. കാരണം ട്രംപ് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് നിന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് സത്യമാണ്. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയെങ്കിൽ മാത്രമേ അറിയൂ. നമുക്കറിയാം, ഇന്നും ചൈന പറയുന്നില്ല കൊറോണ അവരുടെ രാജ്യത്തു നിന്ന് വന്നതാണെന്ന്. ചൈന ഇപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രമാണ്. ഇതുപോലെ ഒരു കാര്യം, ഈ ബൊളീവിയൻ കാടുകളിലെ മുമ്പൊരു കാറ്റ് രൂപപ്പെട്ടിരുന്നു. ആ കാറ്റ് അടിക്കുന്നിടത്തൊക്കെ ആളുകൾ മരിച്ചു വീഴുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു. എന്താണ് അതിന്റെ റീസൺ ഇന്നും ലോകത്തിന് അറിയില്ല. അതൊരു പ്രത്യേകതരം കാറ്റായിരുന്നു. കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടു നിന്ന ഒരു കാറ്റായിരുന്നു, എന്തോ ഒരു പ്രതിഭാസമായിരുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോഴും ആളുകൾക്ക് അറിയുന്നില്ല. ഇനി അറിയാവുന്ന രാജ്യങ്ങളുണ്ട്, അത് ഒരു പക്ഷേ പുറത്ത് പറയാനും സാധ്യതയില്ല. ഏതായാലും ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് വലിയൊരു വാർത്ത തന്നെയാണ്, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് വീണ്ടും കോവിഡ് വരുന്നു. പക്ഷെ ഇത്തവണ നമ്മൾ കോവിഡിനെ ഭയക്കേണ്ട ആവശ്യമില്ല. ഒരു കോവിഡ് നമ്മുടെയൊക്കെ ജീവിതം മാറ്റിമറിച്ചതും പിന്നോട്ടടിച്ചതും നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയാണ് ലോകത്തിന്റെ പോക്കെങ്കിൽ ആയുധങ്ങളും മിസൈലുകൾക്കൊക്കെ പകരം ജൈവായുധം. പക്ഷെ ഇവിടെ ഭയക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ആയുധങ്ങൾ ഈ ടെറർ ഗ്രൂപ്പുകളുടെയും മറ്റും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലൊരു രാജ്യത്തിൻ്റെയിലൊക്കെയാണ് ഈ ജൈവായുധം കിട്ടുന്നതെങ്കിൽ, ഉറപ്പായിട്ടും നല്ല അൽഖ്വയ്ദയുടെ കയ്യിലും ISIS-ന്റെ കയ്യിലും ഒക്കെ ഇതെത്തും, സ്വാഭാവികമാണ്. അപ്പൊ അത് ഭയക്കേണ്ടതാണ്. എല്ലാവരും ഭയക്കേണ്ട കാര്യം തന്നെയാണ്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമല്ലല്ലോ, എല്ലാ വിഭാഗവും ഇതിൽ ബന്ധപ്പെടുന്നതാണ്. ഇപ്പൊ ഈ കാർഷിക രംഗത്താണ് ഈ ഒരു ഫംഗസിനെ അവർ കടത്തി വിട്ടുകൊണ്ട് ജൈവായുധം പ്രയോഗിച്ചെങ്കിൽ, ആ ഫുഡ് കഴിക്കുന്നത് ഒരു വിഭാഗം മാത്രമായിരിക്കില്ലല്ലോ, ലോകത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലുള്ളവരും കഴിക്കും. ലോകത്തിലെ അതെ. സകല ചരാചരങ്ങളും, പക്ഷികളും മൃഗങ്ങളും എല്ലാം കഴിക്കും. അല്ലാതെ ഇന്നത് നമുക്ക് കഴിക്കാൻ പറ്റും, കഴിക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊരു ഉം, ഭീതിജനകമായ ഉം, ഒരു ഉം. അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വാർത്ത തന്നെയാണത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു ബിച്ചേട്ടാ. താങ്ക് യു സോ മച്ച്.